അനങ്ങമല എക്കോ ടൂറിസം നമ്മൾ റീച്ച് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കവാടം 9:30 AM to 6 PM വരെയാണ് ഇതിൻ്റെ എൻട്രി. ഈ പാർക്കിലേക്ക് അനങ്ങമലയ്ക്കുള്ള പ്രവേശനം. പകുതിയോളം ദൂരം കയറാൻ സ്റ്റെപ്പുകൾ കെട്ടിവെച്ചിട്ടുണ്ട്. സൗകര്യമായി കയറാവുന്നതാണ്. ഇവിടെ ചെറിയൊരു പാർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലത്താണ് ഈ മലയുടെ സ്ഥാനം. ഈ ബോർഡിൽ കാണുന്ന പോലെ ട്രെക്കിംഗ് പാസ് വേണമെന്നുള്ളത് ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത്. ട്രെക്കിംഗ് കയറേണ്ടവർ 4 മണിക്ക് മുമ്പ് എത്തിയാൽ മാത്രമേ അതിനുള്ള പാസ് ലഭിക്കുകയുള്ളൂ. ഒരുപാട് പേര് ഈ ഏരിയയിൽ വരുന്നുണ്ട് അനങ്ങമലയിലേക്ക്. രാമലക്ഷ്മണന്മാർ രാവണനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ കാലത്ത് ആ യുദ്ധത്തിൽ ബോധരഹിതരായപ്പോൾ അവരെ രക്ഷിക്കാൻ മൃതസഞ്ജീവിനി ഹനുമാൻ എടുത്തിട്ട് വന്ന പർവ്വതത്തിൻ്റെ ഒരു ഭാഗം ഇവിടെ വീഴുകയും അത് ഉയർത്താൻ പോയിട്ട് അനക്കാൻ പോലും ഹനുമാന് പറ്റിയില്ല എന്നതുമാണ് ഈ മലയ്ക്ക് അനങ്ങൻ മല എന്ന് പേര് വരാൻ കാരണം എന്നാണ് വിശ്വാസം. വളരെ ബുദ്ധിമുട്ടിയുള്ള ചെറിയ കയറ്റങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ചെറിയൊരു ട്രെക്കിങ്ങിന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണത്. ചെങ്കുത്തായ മലനിരയാണ്. ഒന്ന് കാല് തെറ്റിയാൽ താഴെ എത്തുന്നതാണ്. എല്ലാ സേഫ്റ്റിയും എടുത്ത് വേണ്ട രീതിയിലാണ് ട്രെക്കിംഗ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയ കയറ്റമൊന്നും കയറിയിട്ടില്ല. ഞങ്ങൾ ഈ വെള്ളുവനാടൻ്റെ കാറ്റും അനങ്ങാമലയും എല്ലാം കണ്ട് ആസ്വദിക്കാൻ വന്നത്, അത് നിങ്ങളിലേക്ക് എത്തിക്കാനും ഇനിയും ഇതിൻ്റെ ഉയരങ്ങളിലേക്ക് കയറാം, മുകളിലേക്ക്. എല്ലാവർക്കും ഞാൻ പറയില്ല, ട്രെക്കിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ആ അനുഭവം ആസ്വദിക്കാൻ പറ്റുന്നവർക്കും. വളരെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു ഞങ്ങൾ പോയപ്പോൾ. കുടുംബസമേതം വന്നിരുന്നിക്കുവാനും കാറ്റ് കൊള്ളുവാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും പറ്റുന്ന ഒരു ഏരിയയാണ് അനങ്ങമല ഇക്കോ ടൂറിസം. നിങ്ങൾ കാണുന്ന പോലെ കാറുകൾ കിടക്കുന്നത് കണ്ടില്ലേ? ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. നല്ലൊരു ടൂറിസം ഡെസ്റ്റിനേഷൻ തന്നെയാണ്. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ട്രാവൽ ബ്ലോഗ് ഏഞ്ചൽ മീഡിയ ഹബിൻ്റെ കഴിഞ്ഞ് തിരിക്കുകയാണ്. കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിലും കൈവിട്ട് പോരുത്. ഇനിയും നമ്മുടെ ബ്ലോഗ് കാണണം.
പ്രോത്സാഹിപ്പിക്കണം. തുടർന്നുള്ള യാത്രയിലും കൂടെ ഉണ്ടാവണം. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഓക്കെ, താങ്ക്സ്. വീണ്ടും കാണാം.